ഒരാൾക്ക് പോലും ഈ തുറന്ന സമയത്ത് ഒരു 2 ആൾക്ക് കൊടുത്തു എന്നല്ലാതെ ഈ മസ്റ്ററിങ്ങും റേഷനും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞങ്ങൾ പറയുന്നത് ഒരാഴ്ച ഈ മസ്റ്ററിങ് ചെയ്യാനും മറ്റു ദിവസങ്ങളിൽ റേഷൻ കൊടുക്കാനും മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. കാരണം രണ്ടും കൂടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലരും ഇന്ന് വെയിൽ കൊണ്ട് അതുപോലെ തന്നെ നോൽമ്പ് അടുത്ത, അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് പരീക്ഷ, ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് തയ്യാറാണ്. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ക്ലിയർ ആവുകയാണെങ്കിൽ ഞങ്ങൾ മസ്റ്ററിങ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് 3 ആഴ്ച റേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഒരാഴ്ച മസ്റ്ററിങ്ങിന് മാറ്റി വെക്കാനും നീക്കി വെക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. പല റേഷൻ കടക്കാരും ബുദ്ധിമുട്ട്, പല റേഷൻ കടയുടെ മുന്നിലും ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. റേഷൻ കടക്കാരോട് വളരെ മോശമായി പെരുമാറുന്നു. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. വരുന്ന ആളുകൾക്ക് അറിയാത്തൊരു സാഹചര്യം കൊണ്ടാണ് അവർ മറ്റുള്ളവരോട് തട്ടിക്കയറി, റേഷൻ കടക്കാരോട് തട്ടിക്കയറുന്നത്. അത് ഞങ്ങളെ ഈ 7-ാം തീയതി ഞങ്ങളൊരു പണിമുടക്ക് സംസ്ഥാന എല്ലാ യൂണിയനും കോർഡിനേഷൻ ഉണ്ടായിക്കൊണ്ട് ഒരു പണിമുടക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. അന്ന് റേഷൻ വിതരണം നടക്കില്ല. കാരണം ഞങ്ങൾ പല കാരണങ്ങളും നമ്മളോട് പറഞ്ഞ ഈ വേതന പാക്കേജ് അതിൽ മാറ്റം വരുത്തണം, നമ്മുടെ ഈ റേഷൻ സംവിധാനത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം. ക്ഷേമനിധി ബോർഡ് ഞങ്ങൾ അംശാദായം അടച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. അത് തന്നെ തരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ ഈ സാധാരണഗതിയിൽ ഒരാൾക്ക് 1500-1600 രൂപ അല്ലാതെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അംശാദായം കൊടുത്ത് 200 അംശാദായം കൊടുത്തിട്ട് കൊല്ലത്തിൽ 1200 അംശാദായം കൊടുത്തിട്ട് ഞങ്ങൾക്ക് 1500 രൂപയാണ് കിട്ടുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അത് ശരിയായ രീതിയിൽ അതിനെ കാര്യക്ഷമമാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുറേ സമയം ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ വന്നു പോയതാണ്. ഇതിപ്പോൾ കുറേ നേരമായി ഇവിടെ വന്നിരിക്കുന്നത്, കാത്തിരിക്കുക ഇവിടെ സാധനത്തിന് വേണ്ടിയിട്ട്. രണ്ടിനും വന്നാണ്. വരിയുമില്ല, മൈസൂരും ഇല്ല, ഒന്നുമില്ല, രണ്ടുമില്ല. മസ്റ്ററിങ്ങും ഇല്ല, റേഷനും ഇല്ല. ഇല്ല, റേഷനും ഇല്ല. കുറേ സമയമായി ഇവിടെ ഇരിക്കുന്നത്. കുറേ സമയമായി ഇരിക്കുന്നത്. ഇപ്പോൾ നാളെ വരണ്ടേ? നാളെയും വരണം. ഇതിപ്പം ജോലിക്കൊന്നും പോകണ്ടേ. ജോലിക്ക് പോയാലല്ലേ നമ്മൾ വീട്ടിലേക്ക് അരി വാങ്ങാൻ കിട്ടുള്ളൂ. നിങ്ങൾ കുറേ സമയമായോ? ഞാൻ ഇന്നലെ വന്നിട്ട് ഉച്ച വരെ ഇരുന്നിട്ട് പോയി. പിന്നെ ഉച്ചക്ക് ശേഷം 2 മണിക്ക് വന്നിട്ട് 5:30 വരെ ഇരുന്നിട്ട് പോയി. ഇത് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ല. ഞങ്ങൾക്ക് അരിൻ്റെ വേണം, ബുദ്ധിമുട്ടുകൊണ്ടാണ് വന്നിങ്ങനെ ഇരിക്കുന്നത്. ഇത് കിട്ടിയിട്ട് വേണം. ഞങ്ങൾക്ക് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിരിക്കുന്നത്. നല്ല ഉച്ച വരെ ഇരുന്നു. രാവിലെ തൊട്ട് 9 മണി തൊട്ടിട്ട് ഉച്ച 12:30 വരെ ഇവിടെ ഇരുന്നു. എന്നിട്ട് പോയിട്ട് പിന്നെ കോയമാൻ പറഞ്ഞ് ചേച്ചി ഞങ്ങൾ ഒരു 2 മണിയാകുമ്പോൾ വന്നു നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു നോക്കിയിട്ട് 5:30 വരെ ഇവിടെ കുത്തിയിരുന്നു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഒരു 3 കിലോ അരി തന്നേക്കുന്നിട്ട് എടുത്തിരുന്നേരം അത് കുറച്ചാൽ മതി, എനിക്ക് ഇന്ന് വെക്കാനാണിട്ട് അത് വാങ്ങിപ്പോയി. ഞാൻ ഇന്നും ഇങ്ങനെ വന്നിരിക്കുക തന്നെ. ഞാനും അതെ, രാവിലെ വന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് നോക്കിപ്പോയതാണ്. പിന്നെ ഇപ്പം വീണ്ടും വന്നു.